ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ ഭക്ഷ്യവിഷബാധയുണ്ടായതായി പരാതി. സർവേയർ വിഭാഗത്തിലെ 5 വിദ്യാർത്ഥിനികളെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ ഭക്ഷ്യവിഷബാധയുണ്ടായതായാണ് പരാതി. സർവേയർ വിഭാഗത്തിലെ 5 വിദ്യാർത്ഥിനികളെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹരിപ്പാട് സ്വദേശിനി, ചെങ്ങന്നൂർ സ്വദേശിനി, കൊല്ലം ഭരണിക്കാവ് സ്വദേശിനി, ബുധനൂർ സ്വദേശിനി എന്നിവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. കഴിച്ച സമയത്ത് ഞങ്ങൾക്ക് ഒരു സോപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഇതായി. അപ്പം ഞങ്ങൾ ക്ലാസ് ടീച്ചറാണ് ടെസ്റ്ററായിട്ട് നിന്ന്. അപ്പം ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു പിള്ളേർക്ക് അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരച്ചാറിനകത്തിൽ അങ്ങനെ ഉണ്ടായപ്പോൾ അത് മാറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് നാരങ്ങാച്ചാറും കൂടെ തന്നു. അപ്പോൾ ആ സമയത്ത് അതിലും ഇങ്ങനത്തെ ഇതിൻ്റെ ഈ സോപ്പിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി. അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പിന്നെയും ഇങ്ങനെ വൊമിറ്റിംഗ് ഒക്കെ വന്നത്. അപ്പം ഞങ്ങൾ 4 പേര് ആദ്യം ആശുപത്രി വന്നു. അപ്പോൾ 4 പേരുടെ 3 പേർക്ക് ട്രിപ്പ് ഇട്ടു. അപ്പം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ഛർദിലൊക്കെ ആയതുകൊണ്ട് ഗുളിക കഴിച്ചിട്ട് ഇതാവാൻ പറഞ്ഞു. ഇന്നാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന അച്ചാറിനകത്ത് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം കഴിച്ച കുട്ടികൾക്കാണ് ഇങ്ങനെ ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നത്. അപ്പം ഞാനായിരുന്നു അത് ടെസ്റ്റ് ചെയ്ത ആൾ. അത് ടെസ്റ്റ് ചെയ്തപ്പോഴേ നമുക്ക് അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്തായിരുന്നു. അപ്പം തന്നെ ഞങ്ങളത് പറഞ്ഞു അത് കൊടുക്കുന്ന സ്റ്റോപ്പ് ചെയ്തോളാൻ. അത് സ്റ്റോപ്പ് ചെയ്ത അവർ. അപ്പോൾ ഇവരാദ്യം കഴിച്ച കുട്ടികൾ അത് കുറച്ച് ഇവർ കഴിച്ചുള്ളൂ. കോളേജിൽ നിന്നും കഴിച്ച ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് സംശയം. 1 മാസം മുൻപും സമാനമായ രീതിയിലുള്ള സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു. ഭക്ഷണത്തിനൊപ്പം വിളമ്പിയ അച്ചാറിന് കടുത്ത അരുചി അനുഭവപ്പെട്ടിരുന്നതായും ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞു. 150ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൽ പുറത്തുനിന്നാണ് അധികൃതർ ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. അതേസമയം സംഭവത്തിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് രക്ഷിതാക്കളും ആരോപിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ ശോചനീയമായിട്ടുള്ളൊരു ഈ അവസ്ഥ. വനിതാ ITIയിലെ കുട്ടികൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ നിന്നും ഉണ്ടായ ഒരു പോയിസൺ ആണെന്നാണ് ഇവിടെ ഡോക്ടർമാർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് പുറത്തു നിന്നുമാണെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണ്, ഏത് മാനദണ്ഡത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നതും ഇതാരാണ് കോളേജിൽ കൊണ്ടുകൊടുക്കുന്നതെന്നുള്ള യാതൊരു അറിവുമില്ല. കുട്ടികളുടെ അവസ്ഥ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ടീച്ചർ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പേരൻറ്റ് വന്നിട്ട് അവരെ ചുമതലപ്പെടുത്തിയതിന് ശേഷമേ ടീച്ചർമാർ പോകാവൂ. കാരണം പ്രത്യേകിച്ച് ഇത് പെൺകുട്ടികളാണ്. ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞ അത് നിസ്സാരമായിട്ടല്ല. ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞാൽ മരണകാരണമാകാനുള്ള കാരണമാണ്. തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് കൃത്യവിലോപമാണ്. കാരണം അവർ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു പേരൻറ്റ് വന്നതിന് ശേഷം ഒരു പേരൻറ്റ് വന്നാൽ മതി, അവർ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ട് പോകണം. ടീച്ചർ പറഞ്ഞത് ഞാൻ വണ്ടി ഉണ്ടല്ലോ പെട്ടെന്ന് ഇനി വരാം. സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, മാവേലിക്കര.